100 രൂപയ്ക്ക് 10 കിട്ടുന്ന ചോക്കോ ക്രഞ്ച് എന്ന് പറഞ്ഞ ഈ ഒരു ഷൂട്ടീസ് എന്ന് പറഞ്ഞ ഒരു ഐസ്ക്രീമാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി പോണത്. ഐസ്ക്രീമാണ് 10 രൂപയാണ്, അതായത് 100 രൂപയാണ് ഇതിന്റെ MRP വരുന്നത്. 95 രൂപ ഓഫർ ഇട്ടുണ്ട്. ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കുറച്ചുകൂടി ഓഫർ ഉണ്ട്. അതെ, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി തപ്പി പിടിച്ചിട്ടുള്ളത് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ്. അപ്പൊ നമുക്ക് അതേ സമയം കളയാണ്ട് ഇത് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. കാരണം ഐസ്ക്രീമാണ്, കൂടുതൽ സമയം കളയും തോറും ഇത് അലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ തുറന്നെടുക്കാം. 2 സൈഡിൽ ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പാക്കറ്റുകളാണ് വരുന്നത്. 10 പീസാണ് വരുന്നത്. അപ്പോൾ ഒരു ഫാമിലി എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇത് ഒരെണ്ണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഐസ്ക്രീം കഴിക്കാനുള്ളൊരു സംഭവം സെറ്റായിരിക്കും. വേണ്ട, ചെറിയ ചെറിയ പാക്കറ്റുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കോലിമിഠായി പോലത്തെ ഈ ചെറിയ ചെറിയ പാക്കറ്റുകളാണ് ഐസ്ക്രീം വരുന്നത്. 10 എണ്ണം. നമുക്ക് അധികം വൈകിക്കാതെ പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതേപോലുള്ള പ്രോഡക്റ്റുകളുടെ റിവ്യൂസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ഇപ്പം തന്നെ ഫോളോ ചെയ്തോട്ടോ. അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. ഒരെണ്ണം ഇങ്ങനെ പൊട്ടിക്കാം. വാവ്, കോലിമിഠായി പോലെ തന്നെയാണ് ഐസ്ക്രീമിൽ കൊടുത്തു നോക്കുന്നതും. ഒലിച്ചുടങ്ങി പോയി. കൊള്ളാം, നല്ലതല്ലോ. ഒലിക്കുന്നുണ്ടോ? സംഭവം കൊള്ളാം. പക്ഷെ എനിക്ക് മനസ്സിലാവാത് ഇതിലവിടെ ക്രഞ്ച് എന്ന് പറഞ്ഞ സാധനം ക്രഞ്ചായിട്ടല്ല തോന്നുന്നത്. കുറച്ച് നനഞ്ഞ പോലെ നമ്മൾ നനഞ്ഞ അവിലൊക്കെ കഴിക്കില്ലേ, അതേപോലത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. ക്രഞ്ചായിട്ടല്ല ഫീൽ ചെയ്യണത്. ഇത് ചിലപ്പോൾ കുറച്ച് ഒലിച്ച് കാരനായിരിക്കും ക്രഞ്ചായിട്ട് ഫീൽ ചെയ്യാത്തത്. നമുക്ക് വേറെ ഒന്നെടുത്ത് കഴിച്ചു നോക്കാം. ഇതോട്ടിരിക്കട്ടെ. ഒരു ഇതെല്ലാം ഒലിച്ചിട്ടുണ്ടാവും തോന്നുന്നു. നമുക്ക് ഒരെണ്ണം കൂടി പൊട്ടിച്ച് കഴിച്ചു നോക്കാം കേട്ടോ. ആ ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഇത് അത്ര അങ്ങനെ ഒലിച്ചില്ല കേട്ടോ. എന്നാലും ഇതേ ഒലിച്ചിട്ടുള്ള ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വാങ്ങിച്ചിട്ട് കുറച്ച് നേരമായി. സംഭവം ഇത് തണ വിട്ടാനാണ് നമുക്ക് ഒരു ക്രഞ്ചിനെസ് ഫീൽ ചെയ്യാത്തെങ്കിലും ഇതിനുള്ള കാണുന്ന വെള്ള കുത്തുകുത്തുകൾ പോലത്തെ സാധനം കണ്ടോ. ആ ഒരു സാധനം നമ്മളിപ്പോൾ ഒരു നനച്ച പോലെയാണ് കഴിക്കുമ്പോൾ അത് മറ്റേ ക്രഞ്ചി പോലെ നല്ല കുഴപ്പമില്ലാത്തൊരു സംഭവം ടേസ്റ്റ് വൈസ് ഒരു ഓക്കെ പ്രോഡക്റ്റ് അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഈ ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ട അടിപൊളി സംഭവങ്ങൾ തോന്നും. അത്രയ്ക്കൊന്നും ഇല്ല. ജസ്റ്റ് ഒരു ചോക്ലേറ്റിൻ്റെ സംഭവം, അതിലുള്ള കുത്തുകുത്തു പോലെ സാധനം, ഒരു പൊരിയൊക്കെ നനച്ചത് അവിലൊക്കെ നനച്ച സാധനം കഴിച്ചു തന്ന പോലെയാണ് തോന്നുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സംഭവത്തിന് ഞാൻ റേറ്റിംഗ് കൊടുക്കുന്നത് 10-ലൊരു 7 തന്നെയാണ് റേറ്റിംഗ് കൊടുക്കുന്നത്. കാരണം ടേസ്റ്റ് അത്ര മോശമൊന്നുമില്ല. ആ ഒരു സംഭവം നമുക്ക് ചിലപ്പോൾ അങ്ങനെ ആണെങ്കിലും ഒരു ടേസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ഫാമിലി എല്ലാവരും ആയിട്ടിരിക്കുന്ന സമയത്ത് അതുപോലത്തെ ഒരു ബോക്സ് വാങ്ങിച്ചാൽ എല്ലാവരും കൂടി കഴിക്കാൻ പറ്റിയ ഐസ്ക്രീം തന്നെയാണ്. കുഴപ്പമില്ല. ഐസ്ക്രീം കോലുമിഠായി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്തൊരു പ്രൊഡക്റ്റിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ.